ഇപ്പോൾ ഞാനുള്ളത് നാട്ടിലാണ്. എൻ്റെ വണ്ടി എൻ്റെ കൂടെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കൊൽക്കത്തയിലെ പോർട്ടിലേക്ക് ഇന്തോനേഷ്യ ഷിപ്പ് ചെയ്യാൻ കൊണ്ടുപോയ ബൈക്ക് ഇങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത് ഒരു വലിയ കഥയാണ്. കഴിഞ്ഞ ഒരു 10-20 ദിവസം ഞാൻ അനുഭവിച്ചത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എൻ്റെ വണ്ടി സിക്കിമിൽ നിർത്തിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഈ വണ്ടിൻ്റെ ഈ കാണുന്ന കാർനെറ്റിൽ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് മുംബൈത്തെ സ്ഥാപനത്തിലേക്ക് മെയിൽ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞ ശേഷം മെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയിലൂടെ മഞ്ഞപ്പിത്തം ബാധിച്ച് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒക്കെ മാറിയതിന് ശേഷം ഞാൻ മുംബൈയിൽ നേരിട്ട് പോയി ഈ കാണുന്ന കാർനെറ്റ് 1,62,000 രൂപേൻ്റെ പേപ്പറാണിത്. വണ്ടി എൻ്റെ ബൈക്ക് വിദേശത്ത് കൊണ്ടുപോകാനുള്ള പേപ്പറാണ്. അപ്പോൾ അത് റെഡിയാക്കി. പിന്നെ ഇതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. എൻ്റെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അതിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇതൊക്കെ ഇതാക്കിയിട്ട് ഞാൻ സിക്കിം പോയിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ കൊൽക്കത്തയിൽ നിന്നാണ് വണ്ടി ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സിക്കിമിൽ നിന്ന് ഏകദേശം 670 കിലോമീറ്ററാണ് കൊൽക്കത്തയിലെ ഇതിലേക്കുള്ളത്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ നമ്മളെ കുറേ ഷിപ്പിംഗ് കമ്പനിക്ക് മെസ്സേജ് ചെയ്ത് നോക്കി. പക്ഷേ കാർഗോ കമ്പനികൾക്ക് അപ്പോൾ അവരാരും വണ്ടി ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. കൊൽക്കത്തയിൽ ഇതുപോലെ 4-5 കമ്പനികൾക്ക് ഞാൻ മെസ്സേജ് ചെയ്ത്, പക്ഷേ അതിന് ഒരു കമ്പനി മാത്രമാണ് അവരെന്നോട് ബൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്ര റേറ്റ് വരുന്നു ചോദിച്ചപ്പോൾ എൻ്റെ വണ്ടിൻ്റെ സൈസ് കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് 12,000 വരുന്ന രൂപ, ഒരു 18% GST വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-20 രൂപ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ അവിടെ പോയത്. അങ്ങനെ ഞാൻ സിക്കിമിൽ പോയിട്ട് എൻ്റെ വണ്ടി എടുത്ത് കൊൽക്കത്തയിലെത്തി. അവിടെ ഞാൻ കൊൽക്കത്തയിലെ തിൽജാല എന്ന സ്ഥലത്ത് റൂം എടുത്ത് അവിടുത്തെ അവസ്ഥകൾ കണ്ടാൽ അറിയാം. നമുക്കൊരു ഭക്ഷണം പോലും മര്യാദ കഴിക്കാൻ പറ്റില്ല, അത്രയും വൃത്തിയില്ലാത്തൊരു സ്ഥലം. ആ സ്ഥലത്ത് ഒരാഴ്ച കൊണ്ട് നമ്മൾ പരിപാടി തീരുന്ന പ്രതീക്ഷയിൽ അവിടെ നിന്ന് അങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ ഇതാക്കി. പിന്നെ അതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഈ 11,200 പറഞ്ഞത് 14,800 വന്ന് ആ പൈസ ഞാൻ അടച്ച്. അതിൻ്റെ ശേഷം പിന്നെ കസ്റ്റംസിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് എന്നിട്ട് എൻ്റെ വണ്ടിൻ്റെ കാർനെറ്റ് എൻ്റെ വണ്ടിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഇനി വേറൊരു വകുപ്പിലേക്ക് അത് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ആ വേറെ വകുപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് 5,000 രൂപയാണ് കൈക്കൂലി ചോദിച്ചിരുന്നത്. ഈ ഏജന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഷിപ്പിംഗ് കമ്പനിയാണ് കരുതിയത്. ഞാൻ ഇവിടുന്ന് കൊൽക്കത്തയിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്തത്. പക്ഷെ അത് ഷിപ്പിംഗ് കമ്പനി അല്ല, ഏജൻസിയാണ്. ഷിപ്പിംഗ് കമ്പനി വേറെയാണ്. അപ്പോൾ ഈ കസ്റ്റംസിന്റെ പേപ്പറും ക്ലിയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഏജൻസിയാണ് അവർ. അപ്പോൾ എന്നോട് ഷിപ്പ് ചെയ്യുന്ന റേറ്റ് അടക്കാട്ടെ ഈ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 5,000 രൂപ കൈക്കൂലി ചോദിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നടക്കാൻ ഇപ്പോൾ അവിടെ കൊടുക്കല്ല എന്ന് ചെയ്യല്ല വെച്ചിട്ട് അതിമോ ഒതുങ്ങല്ല വെച്ചിട്ട് ആ 5,000 അവിടെ കൊടുത്ത്. അതിന് ശേഷം പിന്നെ എൻ്റെ വണ്ടി എനിക്ക് പോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാസ് തന്ന്. അങ്ങനെ ഞാൻ ഈ പോർട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി പാക്ക് ചെയ്യണം. അപ്പോൾ കൊൽക്കത്തയിൽ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഏജൻസിൻ്റെ ആളോട് ചോദിച്ചിരുന്നു, ഇതിങ്ങനെ മരത്തിൻ്റെ ബോക്സിലാക്കേണ്ടി ഒരു പാക്കേജ് വെച്ചപ്പോൾ മൂപ്പരോട് പറഞ്ഞ് അത് ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ക്രെയിനിൽ ഇങ്ങനെ പൊക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചപ്പോൾ എന്നോട് 44 കൊല്ലത്തെ സർവീസ് ഉണ്ട് എനിക്കിത് മറ്റേ അട്ടപ്പെട്ടിയും മറ്റേ ബബിൾസ് ഒക്കെ വെച്ചിട്ട് പൊതിഞ്ഞാൽ മതി, മറ്റേ ഭയങ്കര എക്സ്പെൻസ് ആവും, എനിക്ക് ചിലവ് കുറക്കല്ല ആവശ്യം എന്ന് വെച്ച്. അപ്പോൾ ഞാനും പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്കി. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നോട് പറഞ്ഞ 5,000 രൂപ വേണം. ലാസ്റ്റ് 3,000 രൂപക്കാണ് ഞാൻ വണ്ടി ഫസ്റ്റ് പാക്ക് ചെയ്തിട്ട് ഞാൻ പോർട്ടിലേക്ക് ലോറിയിൽ കയറ്റി കൊണ്ടുപോയത്. പോർട്ടിലെത്തിയതിന് ശേഷം അവിടെ ഉള്ളവരോട് പറഞ്ഞു ഈ പാക്ക് പറ്റൂല, വുഡിന്റെ പാക്ക് തന്നെ ആക്കണം. അതിന് ഏകദേശം 15,000 രൂപ റേറ്റ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് അങ്ങനെ കുറെ സെർച്ച് ചെയ്തിട്ട് ഞാൻ വണ്ടിന്റെ അടിഭാഗത്ത് മാത്രം മരാക്കിയിട്ട്, കാരണം വണ്ടി കയറ്റി എടുത്തിട്ട് പിന്നെ ബെൽറ്റ് ഇട്ടുകാണ്ട് വണ്ടി ലാമിനേഷൻ ചെയ്ത് നിർത്തുന്ന സംഭവം ഞാൻ ആക്കി. അപ്പോൾ അതാകുമ്പോൾ എന്തായാലും ക്രെയിനിൽ പൊക്കാൻ അടിഭാഗത്ത് പിടിച്ച് പൊക്കാം. അപ്പോൾ അതിന് എനിക്ക് അവർ 8,000 രൂപക്കാണ് അത് ചെയ്തു തന്നത്. അങ്ങനെ ഞാനത് ചെയ്യിച്ച്. അതിന് ശേഷം പിന്നെ എൻ്റെ വണ്ടി DIO അങ്ങനെ എന്തൊരു ഉദ്യോഗസ്ഥൻ പറയും, ആ ഉദ്യോഗസ്ഥന് വന്നിട്ട് എൻ്റെ വണ്ടി പരിശോധിക്കണം. വണ്ടിയുടെ ചേസ് നമ്പർ, RC നമ്പർ, അതുപോലെ പെട്രോൾ ഉണ്ടോ എന്നുള്ളത്, പിന്നെ വണ്ടിയിലെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. എന്നിട്ട് ആ പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് അയാൾ കസ്റ്റംസിന്റെ വേറെ ഏതൊരു വകുപ്പ് പറഞ്ഞു അവിടേക്ക് അത് കൊടുക്കണം. അങ്ങനെ മൂപ്പര് പറഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ പോർട്ടിൽ 20 ഗേറ്റ് ഉണ്ട്. പക്ഷേ മൂപ്പര് അന്ന് അവിടെ ഇല്ല. അങ്ങനെ കുറേ സ്ഥലത്ത് എവിടെ ഉള്ള വെച്ചിട്ട് ഏജന്റിന്റെ കൂടെ കറങ്ങി നടന്നിട്ട് മൂപ്പര് അവിടെ ഇല്ല. അപ്പോൾ മൂപ്പര് ബംഗ്ലാദേശിന്റെ ബോർഡറിൽ എന്തോ മയക്കുമരുന്ന് പിടിച്ചിട്ട് അവിടെയോ പോയതായിരുന്നു. അങ്ങനെ നാളെ പോരാൻ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം. അങ്ങനെ പിറ്റേന്ന് ഞാൻ പോയി ടാക്സി വിളിച്ച് പോയി, ഞാനും ഏജന്റും കൂടി പോയി. ഈ ഉദ്യോഗസ്ഥനെ ടാക്സി വിളിച്ച് ഉദ്യോഗസ്ഥനക്ക് 3 ആർമിക്കാരാണ് അയാൾക്ക് സുരക്ഷ ആയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ടാക്സി വിളിച്ച് കൊണ്ടുപോയി പോർട്ടിലേക്ക്. എൻ്റെ വണ്ടി നിർത്തിയ ഷിപ്പിംഗ് കമ്പനീൻ്റെ അവരെ പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള അവിടെ കൊണ്ടുപോയി മൂപ്പര് എൻ്റെ വണ്ടി പരിശോധിച്ച് എല്ലാം ചെയ്ത്. പിന്നെ എനിക്ക് ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ കാർനെറ്റ് കണ്ടില്ല, ഇതിന്റെ 2 സ്ഥലത്തേക്ക് സീൽ വെക്കണം. ഒന്ന് ഈ ഭാഗത്തും ഒന്ന് ഈ ഭാഗത്തും. ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതിന്റെ ഇവിടുന്ന് നടുകഷ്ണം ഇന്ത്യൻ്റെ കസ്റ്റംസ് മുറിച്ചെടുക്കണം. പിന്നെ അത് ഇന്തോനേഷ്യയിൽ ഇറങ്ങുമ്പോൾ സീൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അത്രേ പണിയുള്ളൂ. അപ്പോൾ ആ സീൽ വെക്കുന്ന പരിപാടി ഇനിയിപ്പോൾ ഇന്ന് സമയമല്ല, നാളെ ചെയ്യാന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഞാൻ തന്നെ മുകൾക്ക് അയക്കാന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് മുകൾക്ക് അയക്കാൻ ആ ഉദ്യോഗസ്ഥൻ 10,000 രൂപയാണ് ചോദിച്ചത്. 10,000 രൂപ. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ കൂടെയുള്ള ഏജന്റ് സംസാരിച്ച് 6,000 രൂപക്ക് അത് ഉറപ്പിച്ചു. ഞാൻ എൻ്റെ ആവശ്യം നടക്കാൻ ഇനി ഇതും വേണ്ട അവസാനിച്ചല്ല, ഞാനത് കൊടുത്ത് 6,000 കൊടുത്തിട്ട് ഞാൻ പോന്നു. പിന്നെ പിറ്റേന്ന് എനിക്ക് ഇതൊക്കെ ഒരു ദിവസം 2 ദിവസമല്ല, ഏകദേശം 10-22 ദിവസം കൊൽക്കത്തയിലെ ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റില്ല, വയറിളക്കം പിടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തിറങ്ങി ഒരു കാഴ്ച കാണാൻ പറ്റിയൊരു സ്ഥലമല്ല കൊൽക്കത്ത. വണ്ടിന്റെ ഓണടി ഭയങ്കര നമുക്ക് ശബ്ദമലിനീകരണമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. മടുത്തു പോകും.
അത്രയും നല്ലൊരു വൈബ് സ്പോട്ടാണ്. നമുക്ക് ആ നിന്നതൊക്കെ അത്രയും ഞാൻ അടുത്തിടി ഒരു പരിപാടിക്ക് വേണ്ടി നിന്നതാ. എന്നിട്ട് ഇതിമ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന്. അങ്ങനെ എന്നോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നാളേക്ക് ഫസ്റ്റത്തെ ദിവസം എന്നോട് പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് വെച്ച് നാളേക്ക് എടുത്തു ഒന്ന് തീരുമെന്ന് പറഞ്ഞ ദിവസമാണ് ഈ ഉദ്യോഗസ്ഥന് ബംഗ്ലാദേശിന്റെ ബോർഡർ പോയത്. അന്ന് ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു, അത് ഞാൻ ക്യാൻസൽ ആക്കി. ആ ടിക്കറ്റ് ക്യാൻസൽ ആ 300 ചില്ല ഉറുപ്പിയാണ് എനിക്ക്. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആപ്പ് പോയി എനിക്ക് നഷ്ടമായത്. ആ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്ത്. പിന്നെ അതിന്റെ ശേഷം എന്നോട് ടിക്കറ്റ് എടുത്തോ നാളേക്ക് ടിക്കറ്റ് എടുത്തോ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് വൈകുന്നേരം എനിക്ക് ഇതുവരെ സീൽ വെച്ചിട്ടുണ്ടല്ലോ എന്നാലല്ലേ വരാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഈ സീല് വെച്ച് കിട്ടണമെങ്കിൽ അവർ 4000 രൂപ കൊടുക്കണം എന്നാ പറഞ്ഞത്. ആ 4000ന്റെ പുറത്ത് പിന്നെ എനിക്ക് വേറൊരു ഇത് കിട്ടുന്നു, ഒരു 8000 ചില്ല ഉറുപ്പിയാണ് കണക്ക്. പിന്നെ എനിക്ക് ഡെസ്റ്റിനേഷൻ ചാർജ് എന്ന് പറഞ്ഞാണ്ട് $750, $750 അല്ല $750. ഒരു ഡോളറിന് 85 വെച്ച് കണക്കൂട്ടി $750 എത്ര പൈസ വരും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഷിപ്പിങ്ങിന്റെ ഏജൻസിയിൽ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ചെലവ് വരും എന്നോട് ആദ്യം പറയാൻ. ഇങ്ങനെ ഞാനിത് ഇവിടുന്ന് എന്റെ വണ്ടി ഇന്ത്യൻ കേരള ടു കൊൽക്കത്ത ടു ജക്കാർത്തയിലൊക്കെ അയക്കണം. അപ്പൊ അവിടേക്ക് എത്താനുള്ള റേറ്റ് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ ആവറേജ് റേറ്റ് ചെയ്താ ഞാൻ 20,000 രൂപ വരെ കണക്ക് കൂട്ടി. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ ഡെസ്റ്റിനേഷൻ ചാർജ് എന്ന് പറഞ്ഞത് ഇത്ര പൈസ വരില്ല, ഒരു കണ്ടെയ്നറിന്റെ പൈസ എൻ്റെ അടുത്ത് നിന്ന് എടുക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മൂപ്പരനെ വിളിച്ചിട്ട് ഏജൻസിത്തെ ആളെ വിളിച്ചാണ്ട് മൂപ്പര അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ $100 കുറച്ചത്. എന്നോട് പറഞ്ഞത് ഇന്തോനേഷ്യയിൽ കൊടുക്കേണ്ട പൈസയാണ് എന്ന് പറഞ്ഞത്. ഇന്തോനേഷ്യയിൽ കൊടുക്കേണ്ട പൈസ ആണെങ്കിൽ $750 $100 വരെ അങ്ങനെ കുറച്ച് തരും. ഞാൻ പറഞ്ഞു ഇതെന്ത് കണക്കാ, ഇത് ഈ ഒരു രേഖയില്ല ഇല്ലാത്തൊരു കണക്ക് എന്നൊക്കെ പറയുന്നത് കുറെ സംസാരിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് വണ്ടി വിട്ടിട്ടുള്ള ഞാൻ 14 വർഷം മുന്നേ ഒരു വണ്ടി വിട്ടതാണ്, ഇതിന്റെ സിസ്റ്റം വേറെ, ഇത് ഇങ്ങനെ ഒരു കൈക്കൂലി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്ത് പൈസ കൊടുക്കേണ്ടി നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ വണ്ടി ഷിപ്പ് ചെയ്യണം, എനിക്കൊന്ന് ആലോചിക്കണേ നാളെ പറയാൻ തന്നെ. ഒന്നാമത്തെ കാരണം എന്താണല്ലേ, എന്റെ ഉമ്മാക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ ഈ മഞ്ഞപ്പിത്തം പിടിച്ച സമയത്ത് ഉമ്മ സ്ട്രോക്ക് എന്നിട്ട് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിലായിരുന്നു. ഒരാഴ്ചത്തോളം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് സർജറി ചെയ്തിട്ട് കാര്യമില്ല, മരുന്ന് അങ്ങനെ കൊടുത്ത് അഡ്ജസ്റ്റ് അങ്ങനെ അങ്ങനെ വീട്ടിൽ തന്നെ കൊടുന്നായിരുന്നു. പിന്നെ ഞാൻ ഈ യാത്ര തുടങ്ങിയ ഒരു ദിവസം ഉമ്മ ബ്ലഡ് ഛർദ്ദിച്ച് ഉമ്മ വീണ്ടും പെരിന്തൽമണ്ണയായിരുന്നു, EMSലായിരുന്നു. അപ്പൊ അന്ന് അത്രയും ഞാൻ ഇതാക്കിയിട്ടും ഞാൻ നാട്ടിലേക്ക് വരാതെ ഞാൻ ഇത്രയും കണ്ടില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് എന്റെ സൗദിയിലെ ജോലി വരെ ഒഴിവാക്കി ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരു യാത്ര ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരും അങ്ങനെ പലരും നമുക്ക് മെസ്സേജിൽ എന്താ യാത്ര ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞാൽ 6 മാസം കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ തീർക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പോയി പരിപാടി കഴിച്ചിട്ട് യാത്ര കംപ്ലീറ്റ് ആക്കി വരിക എന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. എന്റെ ഉമ്മാന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതെല്ലാം സഹിച്ചിട്ട് എന്റെ 5 ഗൾഫിൽ നിന്ന് ലീവിനാണ് പോവാതെ നാട്ടിൽ നിന്നതൊക്കെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അത്രയും സഹിച്ച് ബുദ്ധിമുട്ടി ഞാൻ അവിടെ ഇത്രയും പൈസ കൊടുത്തു. നമ്മൾ പൈസ ഒരു തലക്കെ കൊടുക്കുമ്പോൾ പിന്നെയും കൈക്കൂലി ഓരോ പ്രതീക്ഷിക്കാത്ത ചെലവും. അപ്പൊ ഞാൻ പിറ്റേന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞത് എന്റെ വണ്ടി ഷിപ്പ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ എന്റെ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറക്കുകയാണെങ്കിൽ എനിക്ക് എത്ര പൈസ ഞങ്ങൾക്ക് തന്നീന്ന് ബാക്കി കിട്ടുമെന്ന് വെച്ചാൽ. അപ്പൊ എന്നോട് പറഞ്ഞു പാക്കിങ്ങിന്റെ ചെയ്ത പൈസ ഒന്നും കിട്ടൂല, പിന്നെ കൈക്കൂലി കൊടുത്തതും കിട്ടില്ല, പിന്നെ അവർക്ക് കൊടുത്ത 17,800 അവർ 1-2 ചെലവിന്റെ കണക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു ബാക്കി നമുക്ക് നാളെ സംസാരിക്കാറ്. ഞാൻ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ വണ്ടി എന്തായാലും ഷിപ്പ് ചെയ്യണില്ല, എന്റെ വണ്ടി തിരിച്ചിറക്കണം എന്നാണ്. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് തിരിച്ചിറക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഏജൻസി ഞാൻ ഈ പറഞ്ഞില്ല ഏജൻസി എന്ന് പറഞ്ഞാൽ മൂപ്പര് നല്ല മനുഷ്യനാണ്, എനിക്കറിയാം, നമുക്ക് ഇത്രയും ദിവസത്തെ പരിചയമുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഇതിനെ പറ്റി കറക്റ്റ് അറിയില്ല, അത് മാത്രമാണ് ഒരു തെറ്റ്. മൂപ്പര് എന്നോട് ചെയ്തൊരു തെറ്റ്, മൂപ്പർക്ക് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് പരിപാടി കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇത്തിരി പൈസ വാങ്ങുമ്പോൾ ഞാൻ ഇത് കേസ് കൊടുക്കല്, എങ്ങനെ കൈക്കൂലി വാങ്ങല്, അവർക്കൊക്കെ പറഞ്ഞ എത്ര സാലറി കിട്ടുന്ന ആളുകളാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇജ്ജ് കേസ് കൊടുത്താൽ അവരൊക്കെ വലിയ ആളുകളാണ്. ലാസ്റ്റ് എന്താ ഉണ്ടായാലും പറഞ്ഞില്ല ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് ഇതിമൊന്ന് കിട്ടിയിട്ട് ഉപജീവനം നടത്താൻ. ഇന്റെ സാധനങ്ങൾ ഇന്റെ ഏജൻസി വഴി വരുന്ന സാധനങ്ങൾ കസ്റ്റംസ് അതിനുള്ള പാസ് തരൂല, ഇന്റത് പൂട്ടിപ്പോകും, അല്ലാതെ അവർക്കെതിരെ നടപടി ഉണ്ടാവില്ല. അവർ എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഇത് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വീഡിയോ ഇടാതെ ഞാൻ വെയിറ്റ് ചെയ്ത് എന്റെ വണ്ടി കൊൽക്കത്ത പോർട്ടിന്റെ ഉള്ളിലായിരുന്നു. ഈ വണ്ടിനുള്ളിൽ ഒരു മയക്കുമരുന്ന് എന്തെങ്കിലും കൊണ്ടുവച്ചാണ് ഇത് ഞാൻ കടത്താൻ നോക്കുക എന്ന് അവർക്ക് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ വീഡിയോ അവരുടെ ശ്രദ്ധയിൽ എത്തിപ്പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ പറഞ്ഞത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വണ്ടി പോർട്ടിന്റെ ഉള്ളിലാണ്. നമ്മളിപ്പോൾ ഒരു എയർപോർട്ടിന്റെ ഉള്ളിൽ നമ്മളൊരു ലഗേജിൽ നിന്ന് ഒരു സാധനം പിടിച്ചാൽ എന്താ അവസ്ഥ, നമ്മളെ പേരിൽ എത്തും അതേമാതിരിക്കാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പിടിച്ചാലും. അപ്പൊ അത് കാരണം ഞാൻ വണ്ടി അവിടെ എന്റെ കയ്യിൽ കിട്ടോളം ഞാനിത് വെയിറ്റ് ചെയ്തു. ഞാൻ എന്റെ സപ്പോർട്ടിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഏകദേശം 740 ആളുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽ ഡെയിലി ഞാൻ വിടുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിടാത്ത ഒരൊറ്റ കാരണത്താലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഞാൻ പറയാം എന്റെ വണ്ടി എന്നോട് വെച്ച് വിടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്കത് അയക്കണില്ല ഞാനെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഈ പൈസന്റെ പ്രശ്നം പറഞ്ഞാൽ കസ്റ്റംസ് വണ്ടി വിട്ടു തരില്ല, കാരണം അവരും കൂടി ബാധിക്കുന്ന കാര്യം അതുകൊണ്ട് കസ്റ്റംസ് വണ്ടി വിട്ടു തരില്ല. അപ്പൊ ഞാൻ പറയും എന്റെ അമ്മക്ക് സുഖമില്ല, അപ്പൊ എനിക്ക് എന്തായാലും നാട്ടിൽ പോകണം. അങ്ങനെ എന്നോട് പറഞ്ഞ ഒരു പണി ഈ കാർനെറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു. ഈ കാർനെറ്റിന് ഞാൻ ഏകദേശം 2 ലക്ഷം രൂപ കെട്ടി വെക്കേണ്ടതാണ്. നമ്മളെ MP ഒക്കെ ഇടപെട്ടിട്ട് എനിക്ക് 1 ലക്ഷം ഡെപ്പോസിറ്റ് ഇതൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് പിന്നെ ഇതിന് 62,000 രൂപ എനിക്ക് ഈ കാർനെറ്റിനായത് 5 പേജിന്റെ കാർനെറ്റ് അത്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഇത് ക്യാൻസൽ ചെയ്താലുള്ള വിഷയം എന്താ പറഞ്ഞാൽ എനിക്ക് കെട്ടി വെച്ച ഡെപ്പോസിറ്റ് ഇതൊക്കെ 1 ലക്ഷം എനിക്ക് തിരിച്ചു കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് അപ്പോൾ കിട്ടും. ഈ 62,000 എനിക്ക് പോയി. അത് പോയി എന്ന് മാത്രമല്ല എനിക്ക് പിന്നെ യാത്ര പോകാൻ പറ്റില്ല. കാരണം ഈ കാർനെറ്റ് ഉണ്ടെങ്കിൽ വണ്ടി വിദേശത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എനിക്ക് കാർനെറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം
ഒരു വർഷത്തെ വാലിഡിറ്റി എൻ്റെ കാർനെറ്റിലുണ്ട്. ഞാനത് ക്യാൻസൽ, എൻ്റെ യാത്ര ഒഴിവാക്കിയിട്ടില്ല. ഞാൻ തൽക്കാലം 1-2 മാസത്തിന് യാത്ര മാറ്റിയേക്കണം. എൻ്റെ ഉമ്മാൻ്റെ അസുഖമൊക്കെ റെഡിയായി ഞാൻ പോകുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ ഒരു അസുഖത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കാട്ടി, അത് വെച്ച് നമുക്ക് കൊടുക്കാറ്. അങ്ങനെ ഉമ്മാനെ EMS കാണിച്ച അവിടുത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി വേറെ വണ്ടി തിരിച്ച് കിട്ടാൻ വേറെ ചിലവുണ്ടാകുന്ന പ്രതീക്ഷയല്ല. പിന്നെ ഷിപ്പിംഗ് ബില്ല് ആദ്യം ക്യാൻസൽ ചെയ്ത്, പിന്നെ അങ്ങനെ 1-2-3 പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്കൊരു 8500, ഒരു 800, 2000ൻ്റെ ബില്ല്, ഈ പൈസ കൂടി അടക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണേ, അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വരാത്ത കോലത്തില്ല. എൻ്റെ വണ്ടി അതിനൊന്ന് കിട്ടുമാണല്ലോ. ലാസ്റ്റ് ഞാനത് കൊടുത്ത്, കാരണം നമ്മൾ ഒരട്ടം എന്തായാലും ഇത് പെട്ടുപോയി. ഞാൻ ആ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ഉംലിങ്ങിലെ പോയിട്ട് എൻ്റെ വണ്ടി ആ മരുഭൂമിയിൽ വെച്ച് പഞ്ചറായിട്ട്, ഞാൻ ഒറ്റയ്ക്ക് പഞ്ചറായിട്ട് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ഞാൻ അനുഭവിച്ച്. യാത്ര എന്ന് പറഞ്ഞ സംഭവം കണ്ട് വെറുത്തുപോയി. ഇത് ഞാൻ എന്നിട്ട് ഒരാട് പറയാൻ, ഞാൻ ഗ്രൂപ്പിൽ തന്നെ പറയുന്നത്, ഫേസ്ബുക്കിൽ ഇതിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞ ആഴ്ചയിലാണ് കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എപ്പോഴും ട്രെയിനില്ല. എനിക്കാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ള മൂടേ പോയി. ഈ യാത്രയിൽ ഞാൻ 24,200 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. ഇന്ത്യയിലെ 26 സ്റ്റേറ്റും നേപ്പാളും ഭൂട്ടാനും. 24,200 രൂപ, 200 കിലോമീറ്റർ യാത്ര ചെയ്ത്. കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് 2,200 കിലോമീറ്റർ. എനിക്ക് 2,200 പോയിട്ട് 100 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്യാനുള്ള മൂഡിലായിരിക്കും. അത്രയും എനിക്ക് മടുത്തുപോയി. എൻ്റെ വണ്ടി കിട്ടുക, ഞാൻ എന്നിട്ട് അവിടുത്തെ ഒരു കാർഗോ ഒക്കെ നമ്മളെ നാട്ടിലേക്ക് ലോറിയിൽ ട്രാൻസ്ഫർ ചെയ്യണ കമ്പനി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 6,500 രൂപയാണ് വണ്ടിക്ക് കയറാൻ. ഞാൻ അവരെടുത്ത് 6,500 കൊടുത്താൽ വണ്ടി കയറ്റി വിടാം, നാട്ടിലെത്തി നമ്മളൊന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അടുത്ത പരിപാടിക്ക് നീങ്ങാൻ അതിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴും കൊൽക്കത്തയിൽ നിന്ന് ട്രെയിനില്ല, ആഴ്ചയിൽ ഒരിക്കലേ ട്രെയിനുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പിറ്റേ ദിവസം 3 മണിക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ ലോറിയിൽ ട്രാൻസ്ഫർ ചെയ്യണം അവർക്ക് ഞാൻ വണ്ടിയുടെ ഫോട്ടോ വിട്ടുകൊടുത്തപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു 6,500 പൈസൻ്റെ കണക്ക് പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു ഒരു ലോഡിംഗ് ചാർജ് 2,500 വരുമെന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എൻ്റെ വണ്ടിക്ക് സൈഡിൽ 2 ബോക്സ് ഉണ്ടല്ലോ, 3000, അങ്ങനെ 12,500 പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി അയക്കണില്ല, അവനെ ട്രെയിന് കയറ്റാന്നുള്ള പ്ലാനായി. ഈ ട്രെയിന് കയറ്റണമെങ്കിൽ കൊൽക്കത്തയിൽ നിന്ന് നമ്മളെ തൃശ്ശൂരിലേക്ക് ഒരു തൃശ്ശൂർ വഴി കടന്നു പോകുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്നിൻ്റെ വണ്ടി കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ദിവസം കറക്റ്റ് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നിൻ്റെ വണ്ടി തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം 6 മണിക്കാണ് എല്ലാം ക്ലിയർ ആയിട്ട് വണ്ടി എടുക്കാൻ ചെല്ലാൻ പറഞ്ഞത്. പക്ഷേ 7 മണിക്ക് പോർട്ട് അടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ എത്തൂല. അപ്പോൾ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് പോയിക്കൊന്നാലേ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഞാൻ പോർട്ടിക്ക് ചെന്നു. പിന്നെ വേറെ വിഷയം എന്താ പറഞ്ഞാൽ, ഈ വണ്ടി നമുക്ക് പോർട്ടിൽ നിന്ന് പെട്രോളൊക്കെ ഊറ്റിയ വണ്ടിയല്ല, പോർട്ടിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ പറഞ്ഞാൽ അവിടുന്ന് ലോറിക്ക് കയറ്റി കൊണ്ടുവരാം. ലോറിക്ക് കയറ്റി ഗേറ്റിന്റെ പുറത്തിറക്കി തരാൻ പറഞ്ഞാൽ 2,500 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു തള്ളി കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ച്. തള്ളി കൊണ്ടുവരാൻ കുഴപ്പമില്ല, ഞാൻ തള്ളി കൊടുത്തോളാം വണ്ടിയായിരുന്നു. അങ്ങനെ അന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ 2 ബാഗും, ഒരു ബാഗ് ഉണ്ടായിരുന്നു ലഗേജും കാര്യങ്ങളൊക്കെ, അതൊക്കെ എത്തി ഞാൻ രാവിലെ 9 മണിക്ക്. അന്നാണെങ്കിൽ കൊൽക്കത്തയിൽ നല്ല മഴയായിരുന്നു. രാവിലെ ചെന്നപ്പോൾ എൻ്റെ ഈ ഏജൻസി ഏർപ്പാടാക്കി തന്ന ഏജന്റ് അവിടെ ഇല്ല. അവൻ വന്ന് 12:30. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലഗേജ് എനിക്ക് പോർട്ടിനുള്ളിൽ കയറ്റാൻ പറ്റൂല. അപ്പം ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുപോയി എടുത്ത് അവിടുന്ന് തള്ളി 2 കിലോമീറ്റർ മഴ കൊണ്ട് ഞാൻ തള്ളി പുറത്തേക്ക് കൊടുന്ന് ഇത് പെട്രോൾ അടിച്ച് കിക്കറടിച്ച് സ്റ്റാർട്ടാക്കി. എന്നിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന്. റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ വണ്ടിൻ്റെ കൈ കിട്ടിയ 2 മണിക്കാണ്. എൻ്റെ ട്രെയിൻ 2:55. എനിക്ക് എന്തായാലും കിട്ടൂല. അപ്പം ഞാൻ നേരെ ആ റെയിൽവേ സ്റ്റേഷൻ മാറ്റിയിട്ട് ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ പോയി. എനിക്ക് സന്ത്രഗഞ്ചിൽ നിന്നായിരുന്നു എനിക്ക് തൃശ്ശൂർക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ഹൗറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞ് കൺഫേം ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി കൊണ്ടുപോകാൻ അയക്കുള്ളൂ. എനിക്ക് കൺഫേം ടിക്കറ്റ് തന്നെ കൊൽക്കത്തയിൽ നിന്നൊക്കെ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്താലും ഒരു ടിക്കറ്റ് കിട്ടൂല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ത്യോദയ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്, കൊൽക്കത്ത ഹൗറിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരണം. അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഹൗറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എറണാകുളത്ത് അത് അവസാന സ്റ്റോപ്പാണ്. പക്ഷേ ഫുൾ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ട് എനിക്ക് ഈ ട്രെയിനിൽ വിട്ടാൽ മതിയാണ്. അപ്പോൾ അതിന് എനിക്ക് അയക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് 2,543 റുപ്യൻ്റെ ഇത് വണ്ടി ട്രെയിനിൽ അയക്കാനുള്ള പൈസ ആയി. പിന്നെ 600 റുപ്യ പാക്കിങ്ങിനും കൂലിയും കൊടുത്ത് ഞാൻ അവിടുന്ന് വണ്ടീൻ്റെ എല്ലാം സെറ്റായി. ഇനി എനിക്ക് നാട്ടിലേക്ക് ട്രെയിൻ വരികയാണല്ലോ. പക്ഷേ നാട്ടിലേക്ക് ട്രെയിൻ ഇല്ല. പിന്നെ എനിക്ക് ചെന്നൈക്ക് ഒരു ട്രെയിൻ ഉണ്ട് രാത്രി 11:45. എൻ്റെ വണ്ടിൻ്റെ പാക്കിങ് എല്ലാം കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് 9 മണിക്ക് പോർട്ടിക്ക് എത്തിയ 7 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. മഴ കൊണ്ടിട്ടും വേർത്തിട്ടും ഓടിയൊക്കെ ഫുൾ ടയേർഡായിരുന്നു. 2-3 ദിവസം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ, ഇതിൻ്റെ ടെൻഷൻ അടിച്ചിട്ട് അത്രയും ഫുൾ ടയേർഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിലാണെങ്കിലോ ചെന്നൈക്ക് മാത്രമേ ട്രെയിനുള്ളൂ 11:45 രാത്രി. ഞാൻ 7 മണിയൊക്കെ എല്ലാം കഴിഞ്ഞ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ. അപ്പോൾ ആ ട്രെയിനിന് പോകാൻ ടിക്കറ്റ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ റിസർവേഷനിൽ ഇരുന്ന്. ഇതിൻ്റെ ആണെങ്കിൽ 23 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൻ്റെ ഹംഗോർ എവിടെയാണ്, റിസർവേഷൻ കൗണ്ടർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ടിക്കറ്റ് ഇല്ല, ജനറൽ ടിക്കറ്റ് അല്ലേ ഇതൊന്നും കിട്ടില്ല, പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റേത് അറിയില്ല. അപ്പോൾ ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ മൂപ്പരിനോട് പറഞ്ഞ് 4,500 രൂപ എന്നാലും എനിക്ക് ഞാൻ സെക്കൻഡ് AC ടിക്കറ്റ് തരാറ്. സെക്കൻഡ് ACക്ക് 2,800 സംതിങ് ഉള്ളൂ. ഇത് എനിക്ക് പ്രീമിയം തത്കാലാണ്. ഞാൻ പ്രീമിയം തത്കാൽ നോക്കിയപ്പോൾ 3,300 എത്ര വരണുള്ളൂ. പക്ഷെ എനിക്ക് ആയിക്കോട്ടെ എന്തായാലും വേണേൽ 4,500 മൂപ്പര് കൊടുത്ത്. ഇത്രയും പൈസ ഞാൻ ഞാൻ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല വെച്ചിട്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് മൂപ്പര് പറഞ്ഞ് പ്രീമിയം തത്കാൽ സെക്കൻഡ് AC ഞാൻ ഫസ്റ്റ് AC ഉണ്ട് 6,500 ടിക്കറ്റ് വേണം. ഞാൻ പറയും എൻ്റെ അടുത്ത് ഞാൻ പൈസ ഇല്ല, എനിക്ക് ടിക്കറ്റ് വേണ്ട, ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി പോയിക്കോളാറ്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞ് വെച്ച് വെയിറ്റ് ചെയ്യാറ്. അങ്ങനെ എനിക്ക് 3 ടിക്കറ്റ് കൊടുത്തു മൂപ്പര്.
ഹൗറിയിൽ നിന്ന് ഭുവനേശ്വർ വരെ ഒരു ടിക്കറ്റ് തേർഡ് AC യിൽ, ഭുവനേശ്വറിന് ഒഡീഷയിലെ വിജയവാഡ വരെ സെക്കൻഡ് AC യിൽ, പിന്നെ വിജയവാഡിന് ചെന്നൈ വരെ വെയിറ്റ് ലിസ്റ്റ് 5 ടിക്കറ്റ്. അത് കൺഫേം സ്റ്റേഷനിൽ എടുത്ത ടിക്കറ്റാണെന്ന് പറഞ്ഞാണ്ട്. അത് കാരണം എനിക്ക് ഉറങ്ങാനും പറ്റില്ല. പക്ഷെ എൻ്റെ സ്നേഹിതൻ്റെ വീടിൻ്റെ കുടിയിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ എന്നോട് അത്രയും എത്താൻ പറഞ്ഞ കാരണം ഈ ട്രെയിന് ഞാൻ ഇവിടുന്ന് കയറിയ ഒരു ദിവസം 11:45 കയറിയാൽ പിന്നെ പിറ്റത്തെ ദിവസം അന്നല്ല, അതിൻ്റെ പിറ്റേ ദിവസം 26 മണിക്കൂർ 27 മണിക്കൂറിൻ്റെ യാത്ര, പുലർച്ചെ 3:30 ഇത് ചെന്നൈയിൽ എത്തേണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ 6:10 കോയമ്പത്തൂർക്ക് ട്രെയിൻ ഉണ്ട്, അതിനും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോയമ്പത്തൂർക്ക്. പിന്നെ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞാൽ തിരൂർക്ക് എപ്പോഴും ട്രെയിൻ ഉണ്ട്. പക്ഷേ ഈ ട്രെയിന് 3.5 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ചെന്നൈയിൽ എത്തിയത്. ആ ട്രെയിനും മിസ്സായി, ഈ ടിക്കറ്റ് എടുത്ത പൈസയും പോയി. പിന്നെ ഞാൻ ഉച്ചക്ക് 1:30 മണിക്ക് ഞാൻ ചെന്നൈയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്ക് വെയിറ്റ് ലിസ്റ്റ് 5 പെട്ടത്. ആ ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റിന് നാട്ടിലേക്ക് വന്ന് ഞാൻ എത്തി. ഒരു ദിവസം കഴിഞ്ഞ ശേഷം എൻ്റെ വണ്ടി എറണാകുളത്ത് എത്തി. ഇന്നലെ ഞാൻ എറണാകുളത്ത് പോയിട്ട് വണ്ടി ഇതാ എടുത്തു കൊടുന്നപ്പോൾ നാട്ടിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള എന്താ പറഞ്ഞാൽ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യാത്ര എന്ന് പറഞ്ഞിട്ട് സംഭവം മടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലാൻ എങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ ബോർഡർ കടന്നിട്ടാണ് പോകേണ്ടത്. പക്ഷെ ആ ഒരു ബോർഡർ അടഞ്ഞ ഒരൊറ്റക്കാരാണ് ഞാൻ അത്രയും സ്വീപ്പായത്. പിന്നെ ഇന്തോനേഷ്യക്ക് ഷിപ്പ് ചെയ്യുക, പിന്നെ അവിടുന്ന് ഓരോ കൺട്രി ക്രോസ് ചെയ്ത് ചൈന വഴി ഇന്ത്യയിലേക്ക് വരാം. ഇപ്പോൾ ചൈനയുടെ ബോർഡറിന് ഐസ് വീണ്ടും അതും ക്ലോസ് ആണ്. അപ്പോൾ ചൈന വഴി ഇന്ത്യയിൽ അത് ഭയങ്കര എക്സ്പെൻസ് ആണ്. പക്ഷെ എന്നാലും ചൈന വഴി ഇന്ത്യക്ക് വരാനാണ് പ്ലാൻ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ അവസ്ഥ യാത്ര എന്ന സംഭവം മടുത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മടുപ്പ് മാറും. നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു വർഷം വാലിഡിറ്റി കണ്ട 2026 5-ാം മാസം വരെ എൻ്റെ ഈ കാർനെറ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട്. എനിക്ക് 6 മാസം കൊണ്ട് എൻ്റെ യാത്ര പൂർത്തിയാക്കേണ്ടുള്ളൂ. ഒരു വർഷം വാലിഡിറ്റിയുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ അമ്മക്ക് തീരെ സുഖം. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇന്നലെ ഇപ്പോൾ എൻ്റെ അമ്മ പ്രഷർ കൂടി തലറ്റി ഛർദി ഹോസ്പിറ്റലിൽ ഇരുന്ന് അവിടെ ഇരുന്ന്. അപ്പോൾ എപ്പോഴും ഒരാൾ ഇവിടെ വേണം. അപ്പോൾ എന്തായാലും എൻ്റെ പെങ്ങളാണ് ഇവിടെ ഇല്ല, പെങ്ങളിപ്പോൾ സൗദിയിലാണ്. അപ്പോൾ എൻ്റെ അളിയനും പെങ്ങളൊക്കെ വരുന്നുണ്ട്. 17-ാം തീയതി ഒരു നാട്ടിലേക്ക് വരും. അത് എത്തിയതിൻ്റെ ശേഷം ഞാനൊക്കെ എറണാകുളത്ത് നിന്ന് ഒരാളിൻ്റെ ഫ്രണ്ട് നമ്പർ തന്നിട്ട് ഞാൻ ഷിപ്പിംഗ് കമ്പനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് അവർ ഷിപ്പ് ചെയ്യാനും കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ ചാർജ് 12,000 രൂപയാണ്. പിന്നെ അവിടുത്തെ ഒരു ടെർമിനൽ ചാർജ് വരും, അത് എത്രയാണെന്നുള്ള ഒരു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കമ്പനി എനിക്ക് ഞാൻ മെസ്സേജ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിനടുത്ത് ഒരു മൂഡിലല്ല. അപ്പോൾ കുറച്ച് സമയം എടുത്താലും നമ്മളെ യാത്ര നമ്മൾ തുടരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതുകൊണ്ട് മാത്രം നിങ്ങൾക്കറിയാം, ഞാൻ അനുഭവിച്ച ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലല്ലോ, അത്രത്തോളം മടുത്തു പോയതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഇതിൻ്റെ. കാരണം ഇവർക്കൊക്കെ ശമ്പളത്തിലാണ്, എന്നിട്ടും കൈക്കൂലി മേടിച്ച് നമ്മളാണ് ബുദ്ധി. കാരണം എന്തായാലും അവർക്കറിയാം അങ്ങനെ വണ്ടി എന്തായാലും കൊണ്ടുപോകുന്നുള്ളത്. അതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഈ ഞാൻ പറയില്ല, കേസ് കൊടുക്കാത്തത് തന്നെ ഈ സാധുവിനെ ബാധിക്കേണ്ട, ഏജൻസിക്ക് ബാധിക്കേണ്ട എന്നുള്ള, അയാൾ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു. മൂപ്പരിനെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടാണ്. മൂപ്പർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതെ മൂപ്പര് ഇത് ഏറ്റെടുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇനി എന്താന്ന് പറഞ്ഞാൽ യാത്ര പറ്റുക. ഞാനിപ്പോൾ ചിലപ്പോൾ വണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിട്ടല്ലാതെ നമ്മളെ നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ, അത് പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചിട്ട് എൻ്റെ പെങ്ങൾ എത്തട്ട നാട്ടിൽ, അതിൻ്റെ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ യാത്ര എന്തായാലും തൽക്കാലം ഒരു മാസമോ 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇനി നമ്മളെ മറ്റു രാജ്യങ്ങളിലെ യാത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ടാവും. ഇത് എടുക്കാൻ വീഡിയോ എടുത്ത് സംസാരിക്കാത്തത് അവിടുത്തെ വണ്ടി ബോട്ടിനുള്ളിൽ കിടക്കുന്ന പ്രശ്നം. പിന്നെ വീഡിയോ എടുത്ത ഒരാളില്ല, എനിക്ക് സംസാരിക്കാനുള്ള ഒരു മൂഡില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഓക്കായി വരുന്നുണ്ട്. നമ്മളെ നാട്ടിലെ സ്നേഹിതന്മാർ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ നിന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫ്രണ്ട്സും ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ മൈൻഡ് ഒരാഴ്ച കൊണ്ട് റെഡി ആവട്ടോ. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ യാത്ര ഒഴിവാക്കിയതല്ല, ഇങ്ങനെ തിരിച്ചു വരാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഒരു വർഷം വാലിഡിറ്റിയുള്ള കാർനെറ്റ് ഉണ്ട്. 1,60,000 കൊടുത്തിട്ട് നമ്മൾ വെറുതെ എടുത്തതല്ല, നമ്മളെ യാത്ര വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ ഈ യാത്ര ഞാൻ കംപ്ലീറ്റ് ആക്കും. ഇപ്പോൾ എത്ര ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ. ഏകദേശം ഇപ്പോൾ എനിക്ക് ഇനി വണ്ടി ഷിപ്പ് ചെയ്യാതെ ഇപ്പോൾ എനിക്ക് കൊൽക്കത്തയിൽ മാത്രം 60,000 രൂപേൻ്റെ മുകൾക്ക് ചിലവായി. ഞാനവിടെ താമസിച്ചതിൻ്റെ ഭക്ഷണം, ഇവർക്ക് കൊടുത്ത കൈക്കൂലിൻ്റെ പൈസ, ഷിപ്പിങ്ങിൻ്റെ ചാർജ്, തിരിച്ചയക്കലും വണ്ടി നാട്ടിലേക്ക് അയക്കലൊക്കെ കൂടി വെറുതെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല.